പരിശുദ്ധ വചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ റൂഹ നമുക്കായി നൽകുന്ന വചനം വെളിപാട് പുസ്തകം 6-ാം അധ്യായം 3ഉം 4ഉം തിരുവചനങ്ങളാണ്. അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാർ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. എൻ്റെ സഹോദരങ്ങളെ, നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആനുകാലിക വിഷയങ്ങൾ, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം, അതിൽ 2 രാജ്യങ്ങളോടും കക്ഷി ചേർന്നിട്ടുള്ള മറ്റ് രാജ്യങ്ങൾ, ആ യുദ്ധങ്ങൾ മൂലമുണ്ടാകുന്ന കെടുതികൾ, തകർച്ചകൾ, റഷ്യൻ ഉക്രൈൻ യുദ്ധം, അത് മറ്റൊരു ഭാഗത്ത് പല രാജ്യങ്ങളും യുദ്ധഭീഷണിയുടെ പിടിയിലാണ്. ലോകവ്യാപകമായി നടക്കുന്ന അതിക്രമങ്ങൾ, അക്രമങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ എന്നു വേണ്ട ലോകം ഇന്ന് വളരെ കലുഷിതമായൊരവസ്ഥയിലാണ്. സമാധാനം എന്താണെന്നറിയാത്ത വിധം ഒരുപാട് പ്രശ്ന സങ്കീർണതകൾ ഇന്ന് എല്ലാ രാജ്യങ്ങളെയും കടന്നു പിടിച്ചിരിക്കുകയാണ്. സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കണം. കർത്താവ് തന്റെ കുരിശിന്റെ രക്തത്തിലൂടെ സമാധാനം സ്ഥാപിച്ചു. കർത്താവിന്റെ രക്തത്തെ വിളിച്ച് ധാരാളം നമ്മൾ പ്രാർത്ഥിക്കും. സമാധാനമുണ്ടാകാൻ നമ്മൾ കണ്ണുനീരോടെ ഈ ലോകത്തിലെ അതിക്രമങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കണം. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തോട് ബന്ധപ്പെട്ട് ലോകത്തിൽ സംഭവിക്കുന്ന പ്രതിഭാസങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മൾ. സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന കാലം അത് വെറും യാദൃച്ഛികമല്ല. കർത്താവിന്റെ രണ്ടാം വരവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അടയാളങ്ങളിലൂടെയാണ് നമ്മൾ നിൽക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ അടയാളം, ഈ ആനുകാലിക സംഭവങ്ങൾ നമുക്ക് തരുന്ന ദൈവ മുന്നറിയിപ്പുകൾ തിരിച്ചവർ കർത്താവിനോട് ചേർന്ന് വിശ്വസ്തയോടെ ജീവിക്കുവാൻ സഭയിലും ലോകത്തിലും കുടുംബങ്ങളിലും സമാധാനമുണ്ടാകാൻ കണ്ണുനീരോടെ ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവേ, അവിടുത്തെ സമാധാനം ഞങ്ങൾക്ക് നൽകണം. അവിടുത്തെ സ്വസ്ഥതയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും സഭയെയും ലോകം മുഴുവനെയും നമുക്ക് സമർപ്പിക്കാം. കർത്താവിന്റെ സത്യവചനത്താൽ നമ്മൾ നിരന്തരം നയിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യണം. ആമേൻ.